നെൽസൺ മണ്ടേല ജന്മദിനം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവ് നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിലെ തെമ്പു എന്ന ഗോത്രത്തിലെ ഒരു രാജകുടുംബത്തിലാണ് മണ്ടേല ജനിച്ചത്. നിയമപഠനം പൂർത്തിയാക്കിയ നെൽസൺ മണ്ടേലയുടെ രാഷ്ട്രീയ പ്രവേശനം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലൂടെയായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിന്റെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു മണ്ടേല. 1948 കടുത്ത വർണ്ണവിവേചനത്തിന്റെ കാലഘട്ടത്തിൽ മണ്ടേല പാർട്ടിയിലെ പ്രമുഖ സ്ഥാനത്തേക്കെത്തി. തുടക്കത്തിൽ അക്രമത്തിന്റെ പാതയിലൂടെയുള്ള സമരമാർഗമാണ് സ്വീകരിച്ചത്. ഇതിന്റെ പേരിൽ രാജ്യദ്രോഹം പോലെയുള്ള കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ നിരവധി തവണ ജയിലിലടച്ചു. വിധ്വംസക പ്രവർത്തനം നടത്തി എന്നാരോപിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുണ്ടായി. 27 വർഷത്തോളം മണ്ടേല ജയിൽവാസം അനുഷ്ഠിച്ചു. മണ്ടേലയുടെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. 2008 ജൂലൈ വരെ അമേരിക്കൻ ഗവൺമെന്റ് മണ്ടേലയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി നടത്തിയ ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ നെൽസൺ മണ്ടേല വിജയിച്ചു. 1994 മുതൽ 1999 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 1993 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഫ്രെഡറിക് ഡിക്ലർക്കിനോടൊപ്പം പങ്കിട്ടു. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി 1990 ഭാരത സർക്കാർ മണ്ടേലയെ ആദരിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന ഭാരതീയനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും നൊബേൽ സമ്മാനം ലഭിക്കുന്നതിന് മുൻപ് ഭാരതരത്നം ലഭിച്ച ഏക വിദേശീയനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡമാണ്. ലോക ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി മണ്ടേല നടത്തിയ പ്രയത്നങ്ങളെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ 18 നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കാൻ UN പൊതുസഭ 2009 ആഹ്വാനം ചെയ്തു. 2013 ഡിസംബർ 5 ജോഹന്നാസ്ബർഗിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.